ഹായ് ഫ്രണ്ട്സ്, മലേഷ്യൻ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്ലാൻ ആക്ച്വലി ബാട്ടു കേവ് അതുപോലെ ജെൻഡിങ് ഐലൻഡ് ഈ രണ്ട് സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും 2-3 സ്ഥലം കൂടി ആഡായി. എന്നുവെച്ചാൽ വലിയ സ്ഥലങ്ങളൊന്നുമല്ല, അതിൻ്റെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങൾ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ബുക്കിറ്റ് നൈനാസ് എന്നുള്ള മെട്രോ സ്റ്റേഷൻ. സോ അവിടെ നിന്നും KL സെൻട്രലിലേക്ക് മോണോ റെയിൽ വഴിയും അതിനുശേഷം ബാട്ടു കേവിലേക്ക് ട്രെയിൻ വഴിയും പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ യാത്ര തുടങ്ങി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിലൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ മോണോ റെയിലിൽ ആദ്യമായിട്ട് കയറാൻ പറ്റി. മോണോ റെയിൽ ആക്ച്വലി നോർമൽ മെട്രോ പോലെ തന്നെ, പക്ഷെ അതിന് തന്നെ റെയിലിലുള്ള വ്യത്യാസമാണ് ഉള്ളത്. KL സെൻട്രലിൽ നിന്നുള്ള ട്രെയിൻ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നന്നായിരുന്നു. അതിൻ്റെ ആക്ച്വലി അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ട്രെയിനൊക്കെ വരുന്നത്. അതിൻ്റെ ടോപ്പിലാണ് സ്റ്റേഷനൊക്കെ ഉള്ളത്. അങ്ങനെ ബാട്ടു കേവിലെത്തി. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത് അവിടെ വലിയൊരു ഹനുമാൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ശ്രീരാമ കേവും കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാട്ടു കേവും അവിടെ മുരുകൻ്റെ ഒരു വലിയ സ്റ്റാച്ചു. അപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. എന്തായാലും അവിടെ എത്തിയല്ലേ, അപ്പം എന്നാൽ ശ്രീരാമ കേവിലും കൂടി കയറാമെന്ന് വിചാരിച്ചു. അവിടെ നോക്കുമ്പോഴാണ് എൻട്രി ഫീ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നോക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി. പക്ഷെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ രാമായണം കഥയുടെ ഒരു ഓവറോൾ രൂപം അവിടെ ചിത്രം വരച്ചിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ടും ഒക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശിവൻ്റെ ഒരു സ്റ്റാച്ചു, വലിയൊരു സ്റ്റാച്ചു, സൈഡിൽ കൂടെ ചെറിയ വെള്ളം ഉറവ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ബാട്ടു കേവിലേക്ക് നടന്ന് അങ്ങനെ ഫസ്റ്റിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഫുൾ സ്റ്റെപ്പുകളും കയറി മേലോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ. എന്തായാലും കയറാൻ തുടങ്ങി. പക്ഷെ നിർത്തി കയറിയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിൻ്റെ ടോപ്പിലൊരു ചെറിയൊരു കോവിൽ പോലെയുള്ള ഒരു ഇതുണ്ടായിരുന്നു, മുരുകൻ്റെ കോവിൽ. അപ്പം അവിടെയും അതുപോലെ തന്നെ കയറി തൊഴുത് പുറത്തേക്ക് വരുമ്പം നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ആ ഒരു ആംബിയൻസിൽ ആ മഴയുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു അത്. ഈ ചെറിയ ചെറിയ ഹോളിൽ കൂടെ വെള്ളം താഴേക്ക് വീഴുന്നതൊക്കെ കാണാൻ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിച്ച് ജെൻഡിങ് ഐലൻഡ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉച്ചയ്ക്ക് ലേറ്റായി കുറച്ച്, അപ്പം വേഗം പൂട്ടുന്നത് പേടിച്ചിട്ട് ഫുഡ് നമ്മൾ പാർസലാക്കി വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഗ്രാബ് വിളിച്ച് അവിടെ നേരെ ജെൻഡിങ് ഐലൻഡിലെത്തി. അവിടെ നിന്ന് വേഗം തന്നെ നമ്മൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടിക്കറ്റൊക്കെ. അപ്പം വേഗം ജെൻഡിങ് ഐലൻഡിൽ അവിടെ ഇതുപോലെ തന്നെ ഈ കേബിൾ കാറിൻ്റെ എൻട്രി ഉണ്ട്. അവിടെ പോയി ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. അപ്പോൾ കേബിൾ കാർ ഇങ്ങനെ വന്ന് നിൽക്കും, അതിൽ കയറിപ്പോവാം. അപ്പോൾ അത് നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു അത്. അപ്പം അവിടെ കയറുമ്പോഴാണ് മനസ്സിലായത് ഒരു ഏരിയയും കൂടി അതിൻ്റെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു.
ചിൻസ്യു ടെമ്പിൾ എന്നുള്ള ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് ഇറങ്ങാൻ പറ്റൂ. 5:30 അങ്ങനെയായി നമ്മൾ ജെൻഡിങ് ഐലൻഡിൽ എത്തുമ്പോഴേക്കും. 6:30-7 മണി അങ്ങനെ ആകുമ്പം അവിടെ ചിൻസ്യു ടെമ്പിൾ അടക്കും. അപ്പം പിന്നീട് അവിടെ ഇത് നിർത്തുകയില്ല. അവിടെ ഇറങ്ങി ചിൻസ്യു ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ പക്ഷേ വണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നടക്കാനാണ് കുറച്ച് ദൂരമുണ്ട് താനും. അപ്പോൾ അവിടെയുള്ള ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ടീമായിട്ട് പോവുകയാണെങ്കിൽ പൈസ കുറച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അവർ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേഗം അവിടെ പോയി ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷേ ടെമ്പിൾ അടച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. 6:30 അങ്ങനെ ആകുമ്പോൾ 6:30 ആ സമയമാകുമ്പോഴേക്കും അമ്പലം അടച്ചു. അപ്പം ജസ്റ്റ് പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല അടിപൊളി ആംബിയൻസും നല്ല മഞ്ഞൊക്കെ അടിയിൽ നിരന്ന് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു അവിടെ. കേബിൾ കാർ സ്റ്റേഷനും അടക്കുന്നുള്ളതുകൊണ്ട് അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി അങ്ങനെ അവിടുന്ന് കേബിൾ കാർ വഴി ഏറ്റവും ടോപ്പിലെത്തി. അവിടെയാണ് ആക്ച്വലി ഈ വേൾഡ് ഫസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്ന വലിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആക്ച്വലി വേൾഡിലെ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ളതോ അങ്ങനെ ഒരു ഇതിലുള്ള ഒരു ഹോട്ടലാണത്. അതുപോലെ തന്നെ അവിടെ ഒരു മാളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അടിപൊളി ഇതാണ് അവിടെ കാണാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കും കൂടി ഉണ്ട്. പക്ഷെ അത് നമ്മൾ പോകുമ്പോഴേക്കും അടച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 5 മണി വരെ എങ്ങനെ ഉണ്ടാവും അത്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി 3ാമത്തെ ഡേയിൽ നമ്മളെ മലേഷ്യയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡേയിലുള്ള വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.